എന്താ പറയുക, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു 1 1/2 2 കൊല്ലമായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യവും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിലേക്ക് വരുമ്പോൾ അവർ പഠിക്കാത്ത ഒരു മാർക്കറ്റിംഗ് സ്റ്റഡി ഉണ്ട്. അതായത് അവർക്ക് അറിയാത്ത അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അന്വേഷിക്കാത്തതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്റ്റഡി ഉണ്ട്. ഒരു ബിസിനസ്, ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആ മാർക്കറ്റിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പോൾ അങ്ങനെ സിനിമ എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിൻ്റെ ഒരു റിപ്പോർട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഒരു സിനിമ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതൊരു വീഡിയോ പ്രൊഡക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊരു വീഡിയോ പ്രൊഡക്റ്റ് ആണ്. ആ വീഡിയോ എന്ന് പറയുന്ന സാധനം എക്സാക്ട്ലി ജനങ്ങൾ കാണുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റ്. എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് ജനങ്ങൾ കാണുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് അതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം സിനിമ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു സിനിമ എന്ന് പറയുന്ന ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എത്ര കോടി രൂപയ്ക്കും ഉണ്ടാക്കാം, എത്ര ലോ കോസ്റ്റിനും നമുക്ക് ഉണ്ടാക്കാം. അതിവിടെ ഒരു വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനും ഉണ്ടാക്കാം, ഏറ്റവും കൂടുതൽ റേറ്റിനും ഉണ്ടാക്കാം. പക്ഷേ എത്ര നമ്പേഴ്സ് ഓഫ് ആൾക്കാർ കാണുന്നു എന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു വിൽപ്പന നടക്കുന്നത്. അപ്പം 3 തരം വിൽപ്പനയാണ് നിലവിലൊരു സിനിമയ്ക്കുള്ളത്. ഒന്ന് സോഷ്യൽ മീഡിയ, ലൈക്ക് ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ. പിന്നെ 2 OTT പ്ലാറ്റ്ഫോം. ഇപ്പം സാറ്റലൈറ്റ് ബിസിനസ് ഇപ്പോൾ ഇല്ല. അപ്പം രണ്ടാമത്തേത് OTT പ്ലാറ്റ്ഫോം. പിന്നെ മൂന്നാമത്തേത് തിയേറ്റർ വ്യവസായം. ഫസ്റ്റ് ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാസീവായിട്ട് വിൽപ്പന നടക്കുന്നത് ഈ പറയുന്ന തിയേറ്റർ വ്യവസായത്തിലാണ്. അപ്പം ഞാനിതിൻ്റെ ഒരു എല്ലാം പറഞ്ഞുതരാം. അതായത് ഇപ്പം കോൾ വരുന്നത് അത് കട്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇപ്പം യൂട്യൂബ്, ഫേസ്ബുക്ക് അവിടെ എന്ന് പറയുന്നത് 1,00,000 ആൾക്കാർ കണ്ടാൽ അവിടെ കിട്ടുന്ന ഡോളർ എന്ന് പറയുന്നത് 1,00,000 ആൾക്കാർ കണ്ടാൽ കിട്ടുന്ന ഡോളർ $10 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരു സിനിമ 1,00,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ $10 ആണ് കിട്ടത്തുള്ളൂ. അതായത് ഡ്യൂറേഷൻ പോലെ ഇരിക്കും ഇതിൻ്റെ ചേഞ്ചസ് ആയിട്ട്. മിനിമം ഒരു നമ്പർ ഓഫ് പരിപാടി ഞാൻ പറയും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വീഡിയോ 1,00,000 ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കണ്ടാലും ഒരു $10 കിട്ടും. ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നിടത്താണ് ഈ ഓൺലൈനിൻ്റെ അതായത് സോഷ്യൽ മീഡിയയുടെ റവന്യൂ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു. അപ്പോൾ ഈ 1,00,000 ആൾക്കാർ ഒരു സെക്കൻഡ് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 1,00,000 ആൾക്കാർ കണ്ടാൽ, അതായത് ഇത് ഈ വീഡിയോ ഇട്ട് ആദ്യത്തെ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടാൽ അതിൻ്റെ റവന്യൂ ഭീകര റവന്യൂ ആയിട്ട് ജനറേറ്റഡ് ആവും. മനസ്സിലായില്ലേ? അപ്പം അതിങ്ങനെ നമുക്ക് പിന്നീട് വരുന്ന ഓരോ ഡേയ്സിലും അതിങ്ങനെ റവന്യൂ കുറഞ്ഞ് വരും. ആ വീഡിയോ ഇട്ട് എത്ര സമയത്തിനുള്ളിൽ എത്ര ആൾക്കാർ കാണുന്നു. ഇനി അതിന് സ്റ്റേബിളായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ആവറേജ് വ്യൂസ് അതിനുണ്ടെങ്കിൽ അതിനൊരു റേറ്റ് വേറെ ആയിരിക്കും. അപ്പം മിനിമം ആവറേജ് എന്ന് പറയുന്നത് 1,00,000-ന് $10 വെച്ചിട്ടാണ്. അപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് സെയിം തന്നെയാണ്. പിന്നെ അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക, ഏകദേശം 1,00,000 ആൾക്കാർ യൂട്യൂബിൽ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുക 10,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപയായിരിക്കും. അപ്പം ഒരു യൂട്യൂബിൽ ഏറ്റവും പൊട്ടപ്പടം, അതായത് വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല, എല്ലാവരും ഇങ്ങനെ 1,00,000 ആൾക്കാർ വെച്ചിട്ട് മാസം കാണുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം ആകുമ്പോഴത്തേക്കിനും അതൊരു 1 മില്യണൊക്കെ ആയാൽ അവർക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് അവർ ഇപ്പം യൂട്യൂബ് ആയാലും അത് സോഷ്യൽ മീഡിയയിൽ പടങ്ങളിടാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപയ്ക്കാണ് യൂട്യൂബിൻ്റെ പടങ്ങളൊക്കെ എല്ലാവരും മേടിക്കത്തുള്ളൂ. അതിൽ കൂടിയ എമൗണ്ടിനൊക്കെ മേടിക്കുന്നത് വലിയ സിനിമകളാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ തന്നെ ഒറ്റയടിക്ക് ഒരുപാട് ആൾക്കാർ കാണുമെന്നുള്ളൊരു ധാരണയില്ല. എന്നാലും അതൊരു ലിമിറ്റഡ് എമൗണ്ടിനാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ പടങ്ങളിടാൻ വേണ്ടിയിട്ട് എല്ലാവരും മേടിക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് OTT ആണ്. ഈ OTTയുടെ സംബന്ധിച്ച് പേപ്പർ വ്യൂ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു $2 പെർ വ്യൂവിന് $2 1,000 രൂപയുടെ അടുത്താണ് വരിക. അപ്പോൾ അതും ഈ പറയുന്ന പോലെ തന്നെ ഓരോ മാസവും എത്ര ആൾക്കാർ കാണുന്നു അതനുസരിച്ചിട്ടുള്ള എമൗണ്ടാണ് പ്രൊഡ്യൂസേഴ്സിന് കിട്ടത്തുള്ളൂ. പിന്നെ പെട്ടെന്ന് ഇനീഷ്യലി പൈസ കിട്ടാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് തിയേറ്ററാണ്. അപ്പോൾ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 150 രൂപ ആയിക്കോട്ടെ, 120 രൂപ ടിക്കറ്റ് ആയിക്കോട്ടെ, അറൗണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു 50 രൂപ വെച്ചിട്ട് ഒരു ടിക്കറ്റിന് നമുക്ക് പ്രൊഡ്യൂസറിന് കിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1,00,000 ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ 50,00,000 രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടും. 1,00,000 ആൾക്കാർ കണ്ടാലാണ്. 1,00,000 ആൾക്കാർ ഈ പറയുന്ന കേരളത്തിലുള്ള അതിൽ നിന്ന് 1,00,000 ആൾക്കാർ കണ്ടാലാണ്. പക്ഷേ അതിനകത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം തിയേറ്ററിൽ ഇത്ര പേര് വേണമെന്നുണ്ട്. ഒരു 10-25 പേരോളം മിനിമം ഇല്ലാതെ ആ തിയേറ്ററിൽ നിന്ന് 10 പൈസ കിട്ടത്തില്ല. അപ്പം മിനിമം ഒരു 10-50 പേരെങ്കിലും മിനിമം പോയി കണ്ടാൽ മാത്രമേ തിയേറ്ററിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിയേറ്റർ റെൻറ്റിന് എടുക്കേണ്ടി വരും. അപ്പോൾ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ 5,000 രൂപ വെച്ച് പെർ ഡേ. അപ്പോൾ 5 ദിവസത്തേക്കിന് 35,000 രൂപ ഒരു തിയേറ്ററിന് വരും.
റെന്റിന്. അപ്പോൾ ആ 5000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എത്ര 20 സീറ്റ് 200 സീറ്റ് ഉണ്ടെങ്കിൽ 200 സീറ്റിൻ്റെ അകത്ത് എത്ര രൂപ വരുന്നു ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടും. ടാക്സ് കഴിച്ചിട്ടുള്ള GST കഴിച്ചിട്ടുള്ള ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇതാണ് ഒരു സിനിമയുടെ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് ഇതൊരു വീഡിയോ പ്രൊഡക്റ്റ് ആയിട്ടാണല്ലോ നമ്മൾ സെല് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമ എന്ന് നമ്മൾ ആ മാധ്യമത്തിൻ്റെ റൂട്ടിങ്, ആ മാധ്യമത്തിൽ നമ്മളൊരു സ്റ്റോറി ടെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്ന രീതിയിലാണല്ലോ നമ്മൾ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ആ വീഡിയോ ഫോർമാറ്റിനെ കൊണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ ബിസിനസ് എന്നാണ് ഇതിനെ കോമൺലി പറയാൻ പറ്റത്തുള്ളൂ. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ആൽബംസ് അങ്ങനെ പല 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 ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പല 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 റൂട്ട് ഓഫ് പരിപാടികൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം വേറെ ഒരു വ്യവസായത്തിനും ഇപ്പോൾ ഇത് ആൽബം ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും തന്നെ തിയേറ്റർ വ്യവസായമില്ല. തിയേറ്ററിൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഏക വ്യവസായം സിനിമ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും തിയേറ്ററിൽ കൊണ്ടിപ്പം ആൽബം കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ ഇടാൻ പറ്റില്ല, വേറെ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം വേറെ എല്ലാ ആൽബം ആയിക്കോട്ടെ ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ വാട്ടർ റിട്ടീസ് ബാക്കി എല്ലാത്തിൻ്റെയും വരുമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺലൈനിലുള്ള വരുമാനം മാത്രമേ ഉള്ളൂ, യൂട്യൂബിലുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ബഡ്ജറ്റ് കുറച്ചും അല്ലെങ്കിൽ കൂട്ടിയും ഒക്കെ ഓരോരുത്തർ എടുക്കുന്നത്. വെബ് സീരീസ് ആന എന്നൊക്കെ പറഞ്ഞ് എടുക്കുക. അപ്പം തിയേറ്ററിൽ നമുക്ക് ഈ പറയുന്ന പോലെ വരുമാനം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് ഈ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളൊരു ഇപ്പം വീഡിയോ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഈ പറയുന്ന വ്യവസായം നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മൊബൈലിൽ എടുക്കാം, DSLR ക്യാമറകളിൽ എടുക്കാം, പിന്നെ സിനിമാറ്റിക് ക്യാമറകളിൽ എടുക്കാം. അപ്പോൾ എന്താണ് ഈ മൊബൈൽ ക്യാമറയുടെ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് DSLR ക്യാമറയുടെ വ്യത്യാസം, എന്താണ് ഈ പറയുന്ന പോലെ നമ്മുടെ സിനിമാറ്റിക് ക്യാമറയുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊബൈൽ ക്യാമറയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ക്യാമറ ആർട്ട് ഇതൊക്കെ ഈ ക്യാമറ മാത്രമാണ് റേറ്റ് മാറുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ്. ഇപ്പം നിങ്ങൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് സെയിം ആണ്, കോസ്റ്റ്യൂം സെയിം ആണ്, പിന്നെ ആർട്ട് വർക്ക് സ്റ്റോറി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക് സെയിം ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സൗണ്ടിങ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് ബാക്കി എല്ലാ ടെക്നിക്കലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ടെക്നിക്കലിനെയും കൂട്ടിക്കൂട്ടി ഒരു ആവറേജ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 15 ലക്ഷം രൂപ. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ്യൂം എല്ലാം കൂടി കൂട്ടിയാൽ ഏറ്റവും കുറഞ്ഞ ഒരു പടത്തിന് ഒരു 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ അറൗണ്ട് വരുമെന്ന് വെച്ചു. അതായത് ഇപ്പം ഒരു എഡിറ്റർക്ക് ഒരു 3 ലക്ഷം രൂപ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുക, ആർട്ടിസ്റ്റിന് കൊടുക്കുക, അങ്ങനെ അറൗണ്ട് ഒരു 15 രൂപ 20 രൂപ ഒന്നെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ റേറ്റ് മാറുന്നില്ല. പിന്നെ നിങ്ങളുടെ ഈ പറയുന്ന DSLR ക്യാമറ വരുമ്പോൾ മാറുന്നില്ല, തിയേറ്റർ ക്യാമറ വരുമ്പോഴും മാറുന്നില്ല. തിയേറ്റർ ക്യാമറ വരുമ്പോൾ പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ഷൂട്ടിങ്ങിലാണ് ചേഞ്ചസ് വരിക. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ 2 ദിവസം കൊണ്ട് എടുക്കുന്ന സാധനം തന്നെ DSLRൽ വരുമ്പോൾ അതൊരു 5 ദിവസം എടുക്കും. റെഡിൽ വരുമ്പോഴത്തേക്കിന് അതൊരു 10, 25, 30 ദിവസത്തേക്കിന് വരും, സെയിം സാധനം തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമാറ്റിക് ക്യാമറകൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ വ്യവസായം ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന തിയേറ്റർ ക്വാളിറ്റിയിലുള്ള ഈ ക്യാമറാസ് അതിന് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ 150 രൂപ എടുത്തിട്ട് വന്ന് കാണുമ്പോൾ ഈ പറയുന്ന തിയേറ്ററിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു ഭംഗി, ആ ഒരു പിക്സൽ ക്വാളിറ്റി അതൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ തിയേറ്ററിലേക്ക് പടം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മാസീവായിട്ടുള്ള ക്വാളിറ്റിയും കണ്ടന്റ് ക്വാളിറ്റിയും ഒക്കെ നമ്മളവിടെ കൊണ്ടുവരണം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനത്തെ ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ അങ്ങനെ തന്നെ ഉൾട്ട അടിച്ചുകൊണ്ടാണ് ഹുസൈൻ എന്ന് പറയുന്ന സംവിധായകൻ പുതിയൊരു സമ്പ്രദായം കൊണ്ടുവന്നത്. അതായത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിക്കുക, എന്നിട്ട് ഒരു 30 ലക്ഷം രൂപ സിനിമയ്ക്ക് യൂസ് ചെയ്യുക, 70 ലക്ഷം രൂപ പുള്ളി എടുക്കുക. അതായത് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടിയ ലാഭം അല്ലെങ്കിൽ കൂടിയ എമൗണ്ട് ഒരു സംവിധായകന് കിട്ടുന്ന ഒരു നൂതനമായ പരിപാടിയാണ് ഹുസൈൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഹുസൈൻ കണ്ടുപിടിച്ച പരിപാടിയൊന്നുമല്ല, വിവിധ ഡയറക്ടേഴ്സ് ഇങ്ങനെ ചെയ്തതായിട്ട് പല പ്രൊഡ്യൂസേഴ്സും പറയുന്നുണ്ട്. അതായത് അവർക്ക് കണക്ക് കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രോപ്പറായിട്ട് അതൊരു സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിലേക്ക് എത്തുന്ന പോലും ഈ ചെറിയ പടങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് ഒരു സിനിമ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതും ആ ബഡ്ജറ്റ് എങ്ങനെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതും പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങളൊരു റെമ്യൂണറേഷൻ മാത്രമേ ഈ പറയുന്ന ഡയറക്ടർക്ക് വെക്കാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യന്മാർക്ക് വെക്കാവുള്ളൂ. അത് എത്രയാണോ റെമ്യൂണറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെമ്യൂണറേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. റെമ്യൂണറേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെക്കാതിരിക്കുക. ഓറലി ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക, വാക്കാൽ ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക, എല്ലാ എഗ്രിമെൻറ്റ് വ്യവസ്ഥയിൽ ചെയ്യുക.
പിന്നെ അടുത്ത ഒരു സംഭവം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, സിനിമയില് എന്ത് ചെയ്താലും ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വെക്കുന്നതെന്ന് വെച്ചാൽ, പ്രൊഡക്ഷൻ കൺട്രോളർക്ക് അറിയാം എന്തൊക്കെ റൂട്ട് ഓഫ് എമൗണ്ട് ആണ് എങ്ങടൊക്കെ പോവാന്നുള്ളത്. പിന്നെ നമ്മൾ കുറെയൊക്കെ സൗഹൃദത്തിന്റെ പുറത്തും അതിന് ഇതിന്റെ ഒക്കെ പുറത്ത് ചെയ്യും. പക്ഷേ ഈ സൗഹൃദങ്ങളും എല്ലാം തന്നെ പൈസയുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ കണക്കിന്റെ കാര്യം വരുമ്പോൾ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ഇടങ്ങേറാവും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളത് സൂക്ഷിക്കുക. പിന്നെ വേറൊരു പുതിയ ഒരു കാര്യം പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു കൂലിപ്പണിക്കാരൻ സിനിമ നിർമ്മിക്കാൻ വരില്ല. അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നവനോ അല്ലെങ്കിൽ അത്യാവശ്യം ഫണ്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും വരിക. അവര് അവരുടെ തൊഴിൽ ചെയ്തിട്ടുണ്ടാക്കിയ പൈസയോ അല്ലെങ്കിൽ അവർ കടം മേടിച്ച പൈസയോ അല്ലെങ്കിൽ അവർ ലോൺ ഇട്ടെടുത്ത പൈസയോ ആയിട്ടായിരിക്കും സിനിമയിൽ വരിക. അപ്പോൾ അവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരുപാട് പൈസ ഉള്ളവന് ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നതായിരിക്കും ലക്ഷ്യം. എന്നാൽ ഒരു മീഡിയം പൈസ ഉള്ളവന് കുറച്ച് ലാഭം കിട്ടുക എന്നതായിരിക്കും അയാളുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറെ പറ്റിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർത്തമാനങ്ങൾ വഴിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നത് വഴിയാണ്. അപ്പം എനിക്ക് നിർമ്മാതാക്കളോട് പറയാനുള്ളത്, ഒരുപാട് ഓഫറുകളിൽ പോയി വീഴാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ റൂട്ട് ഓഫ് ബിസിനസ് ആണ് ഈ സിനിമയിൽ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓഫറുകളിൽ പോയി വീഴാതിരിക്കുക. പിന്നെ സിനിമയ്ക്കുള്ളിൽ നമ്മൾക്കാർക്കും പറയാൻ പറ്റാത്ത ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് ഗാംബ്ലിംഗ് ബിസിനസ്സസ് നടക്കുന്നുണ്ട്. അതായത് പ്രീ സെയിൽ, ബെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എന്താ പ്രൊജക്റ്റ് സെല്ലിങ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലിങ് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ലീഗൽ ഒന്നുമല്ല, അല്ലെങ്കിൽ അതൊരു ഒഫീഷ്യൽ പ്രോസസ്സിൽ നടക്കുന്ന പരിപാടിയല്ല, അത് അൺഒഫീഷ്യലാണ്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സും നടക്കാറുണ്ട്. അപ്പോൾ എവിടെയാണ് ഒരു സിനിമാ നിർമ്മാതാവിന് നഷ്ടം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് പഠിക്കാതെയും ഇതിൻ്റെ ഒരു പ്രോപ്പർ സെല്ലിങ് എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെയും, വ്യാമോഹങ്ങളിൽ പെട്ടുപോകുന്ന, മാർക്കറ്റിനെ കൃത്യമായിട്ട് പഠിക്കാത്ത, അല്ലെങ്കിൽ ഇതിൻ്റെ സെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത, നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത, അതെങ്ങനെ ഔട്ടായിട്ട് വരും എന്ന് പോലും മനസ്സിലാക്കാത്ത നിർമ്മാതാക്കൾക്കാണ് എപ്പോഴും സിനിമയിൽ നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പം ഇനിയുള്ള പ്രൊഡ്യൂസേഴ്സിനെങ്കിലും ഇതേപോലത്തെ അബദ്ധങ്ങൾ പറ്റാതെ നോക്കുക. നന്ദി. നമോ വാ.